സർക്കാരിനെ വിമർശിച്ച് പി രാജീവ്. തെരഞ്ഞെടുപ്പിൽ വിജയിച്ചാൽ അറബിക്കടലിൽ വലിച്ചെറിയുമെന്ന് പറഞ്ഞവർ ബി.ജെ.പിക്ക് വിധേയരായി. പ്രതിപക്ഷത്തിരുന്ന് വെല്ലുവിളിച്ചാൽ പോരാ, ഭരിക്കാനുള്ള നട്ടെല്ല് വേണമെന്നും പി രാജീവ് പറഞ്ഞു. വിദ്യാഭ്യാസ മേഖലയിൽ RSS അജണ്ട നടപ്പാക്കാനുള്ള നീക്കമെന്ന് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വവും പ്രതികരിച്ചു. തെരഞ്ഞെടുപ്പിന് മുൻപ് എന്താ പറഞ്ഞിരുന്നത്? ഞങ്ങൾ വന്നാൽ ഇത് അറബിക്കടലിൽ വലിച്ചെറിയും. എന്നാൽ ആ പ്രസ്താവനകൾക്കെല്ലാം ഘടകവിരുദ്ധമായി ഇപ്പോൾ പൂർണ്ണമായിട്ടും BJPക്ക് വിധേയമായി നിൽക്കുന്ന ഒരു സർക്കാരാണ് കേരളം ഭരിക്കുന്നത്. നട്ടെല്ല് വേണം. തെരഞ്ഞെടുപ്പിന് പ്രതിപക്ഷത്തിരിക്കുമ്പോൾ ഇവിടുന്ന് വെല്ലുവിളിച്ചാൽ പോരാ, ഭരിക്കാനുള്ള നട്ടെല്ല് വേണം. പറഞ്ഞ നിലപാട് ഉറച്ചു നിൽക്കാനുള്ള അത് കാണിക്കേണ്ടതുണ്ട്. അതിന് പകരം പൂർണ്ണമായിട്ടും BJPക്ക് വിധേയമായിരിക്കുന്നു. വാസ്തവത്തിൽ കേരളത്തിലെ കോൺഗ്രസ് നയിക്കുന്നത് ഹെഡ്ഗേവാറാണ്, ഗോൾവാൾക്കറാണ്, ചിലപ്പോൾ ഗോഡ്സെയുമാണ്. അതുകൊണ്ടാണ് അവരെല്ലാം പറയുന്നത് പോലെ വിദ്യാഭ്യാസ രംഗത്തിൻ്റെ എല്ലാ തലങ്ങളിലും RSS ആശയങ്ങളെ കുടിയിരുത്താനുള്ള നീക്കവുമായിട്ട് മുന്നോട്ട് പോകുന്നത്.